സ്റ്റോറി പ്രണയിനി. പ്രസന്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. ഇയാളിത് എവിടെയാ? അവൾ ചുറ്റും അവനെ തെരഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവൾ തിരിഞ്ഞതും ആരുടെയോ മേൽ ചെന്നിടിച്ചതും ഒരുമിച്ചാണ്. നോക്കി നടന്നൂടെ ഒച്ചേ, ഇപ്പൊ മനുഷ്യനെ തട്ടി വീഴ്ത്തിയനെ. അത് പറയുന്നവനെ തല ഉയർത്തി നോക്കിയതും ഒരു നിമിഷം അവളുടെ ഹൃദയം പോലും നിലച്ച പോലെ തോന്നി. തൻ്റെ ലോകം പോലും അവനിലേക്ക് ഒതുങ്ങിയ പോലെ ഒരു തോന്നൽ. എടാ വാ, ബസ് എടുക്കാൻ സമയമായി. പിന്നിൽ നിന്നും പ്രസാദ് വിളിച്ചു പറഞ്ഞു. ആ വിളിയാണ് ആര്യയും സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. ദാ വരുവാ പ്രസാദേട്ടാ. അവൻ പെട്ടെന്ന് തിരിഞ്ഞതും ആര്യ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. അതേ, അവൾ വിളിച്ചെങ്കിലും ആൾക്കൂട്ടത്തിൽ അവളുടെ ശബ്ദം അവൻ കേട്ടില്ല. ചേട്ടാ. അവൾ ഇത്തിരി കൂടി ഉറക്കെ വിളിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. ആ വിളിയിൽ അവൻ ഒരു നിമിഷം നിശ്ചലനായി. ആദ്യത്തെ ഒരു പകപ്പ് മാറിയതും അവൻ തിരിഞ്ഞു നോക്കി. ഭദ്രൻ ചേട്ടനല്ലേ? അവൾ ഉമിനീരിറക്കിക്കൊണ്ട് ചോദിച്ചു. അതെ. ഞാൻ ചേട്ടനെ അന്വേഷിച്ച് കുറച്ച് ദിവസമായി നടക്കുന്നു. എന്താ കാര്യം? അല്ല, കൊച്ചേതാ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കുറച്ച് മാറി നിന്നാലോ നമുക്ക്? അവരൊന്ന് മൂളിക്കൊണ്ട് മുൻപേ നടന്നു. പിന്നാലെ അവളും. ഭദ്രചേട്ടൻ എനിക്കൊരു സഹായം ചെയ്തു തരണം. എന്ത് സഹായം? അവൻ്റെ മുഖത്ത് സംശയം നിറഞ്ഞു. ഒരാളെ തല്ലണം. എന്തോന്ന്? അവൻ കേട്ടതിൻ്റെ കുഴപ്പമായിരിക്കുമെന്ന് കരുതി വീണ്ടും ചോദിച്ചു. ചേട്ടൻ ഒരാളെ ഒന്ന് ഭീഷണിപ്പെടുത്തണം. വേണമെങ്കിൽ അധികം വേദനിപ്പിക്കാത്ത രീതിയിൽ ഒരടിയും കൊടുത്തോ. കൊച്ചിത് എന്തൊക്കെയായി പറയുന്നേ? ഞാനെന്തിനാ തല്ലുന്നേ? ചേട്ടൻ ഈ കാര്യത്തിലൊക്കെ നല്ല എക്സ്പീരിയൻസ് അല്ലേ? എത്ര പൈസ വേണമെങ്കിലും തരാം. ഇപ്പം എൻ്റെ കയ്യിൽ 356 രൂപയുണ്ട്. ഇത് അഡ്വാൻസ് ആയിട്ട് കൂട്ടിയാൽ മതി. കയ്യിൽ ചുരുട്ടിപ്പിടിച്ച നോട്ട് അവൾ മുന്നിലേക്ക് നീട്ടിയതും ഭദ്രൻ 2 അടി പിന്നിലേക്ക് നീങ്ങി. നിനക്കെന്താ കൊച്ച വട്ടാണോ? എനിക്കെന്തിനാ പൈസയൊക്കെ? പൈസ വാങ്ങിയ ആളെ തല്ലേണ്ട ഗതികേടൊന്നും ഈ ഭദ്രനില്ല. ചേട്ടൻ അങ്ങനെ പറയരുത്. ചേട്ടൻ ഒരാളല്ല എൻ്റെ ഭാവി. ഒന്ന് പോയോ കൊച്ചേ, മനുഷ്യനെ മെനക്കെടുത്താതെ. നിന്നോട് ആരാ പറഞ്ഞ ഞാൻ കൂലി തല്ലുകാരനാണെന്ന്? എനിക്കറിയാം. പണ്ട് ഞാൻ +2 ടൂർ പോയപ്പോൾ ആ ബസ് ഓടിച്ചിരുന്നത് ചേട്ടനല്ലേ? കൃഷ്ണഗീതം ടൂറിസ്റ്റ് ബസ്. അതിന് അന്ന് ആ ബസ്സിൽ മദ്യപിച്ചു വന്ന ഒരാൾ മറ്റൊരു വണ്ടി കൊണ്ട് ഇടിച്ചപ്പോൾ ഏട്ടൻ അയാളുമായിട്ട് വഴക്കിട്ടില്ലേ? അവസാനം വഴക്കായപ്പോൾ അയാൾക്കിട്ട് 2 കൊടുത്തില്ലേ? അന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ അശ്വിൻ പറഞ്ഞിരുന്നു ഭദ്രൻ ചേട്ടൻ ഗുണ്ടയാണെന്ന്. നാട്ടുകാരൊക്കെ അങ്ങനെ പലതും പറയും. അതും പറഞ്ഞ് കൊച്ചിങ്ങനെ വരാവോ? ഞാൻ വാടക ഗുണ്ടയൊന്നുമല്ല. നേരം വൈകാതെ കൊച്ചു വീട്ടിൽ പോകാൻ നോക്ക്. അവന് നല്ല ദേഷ്യം വന്നിരുന്നു. എങ്കിലും പരമാവധി ശാന്തമായി പറഞ്ഞ് അവൻ ബസ്സിന് അരികിലേക്ക് നടന്നു. എന്നാൽ അതേസമയം ആര്യയ്ക്ക് അവനോട് വല്ലാത്ത ദേഷ്യം തോന്നി. തൻ്റെ ആകെയുള്ള പ്രതീക്ഷയായിരുന്നു അവൻ. അതും ഇപ്പോൾ ഇല്ലാതായി. നീ എവിടെയാ അമ്മാളു? കഴിഞ്ഞില്ലേ നിന്റെ ക്ലാസ്? അപ്പോഴേക്കും അവൾക്ക് വീട്ടിൽ നിന്നും അമ്മയുടെ വിളി വന്നിരുന്നു. ദാ വരിക അമ്മ, ബസ്സിലാ. അത്രയും പറഞ്ഞവൾ കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും കൃഷ്ണഗീതം ബസ് സ്റ്റാർട്ടാക്കിയിരുന്നു. അടുത്ത ബസ്സിനായിട്ട് കാത്തുനിന്ന ഇനിയും നേരം വൈകു എന്നതിനാൽ അവൾ ആ ബസ്സിൽ തന്നെ കയറി. ഫ്രണ്ടിലായി നീളനെയുള്ള സീറ്റ് ഒഴിവുണ്ടെങ്കിലും ഭദ്രനെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടും അവനോടുള്ള ദേഷ്യം കൊണ്ടും അവൾ ഇരിക്കാതെ കമ്പിയിൽ പിടിച്ചു നിന്നു. പക്ഷേ ആ വാശിക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ബസ് എടുക്കാറായതും ഒരുപാട് പിള്ളേർ ഇടിച്ചു കയറാൻ തുടങ്ങി. നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥ. അവസാനം അവൾക്ക് സീറ്റിൽ വന്ന് ഇരിക്കേണ്ടി വന്നു. അവളുടെ തൊട്ടടുത്തായിട്ട് 2 കോളേജ് പിള്ളേർ ഫുൾ ചാർജ് കൊടുത്തിരിക്കുന്നുണ്ട്. മലയ്ക്ക് പോയി വന്നപ്പോൾ ഒന്നുകൂടി ചുള്ളനായല്ലേടി. പക്ഷേ ആ കട്ടത്താടിയായിരുന്നു ഭംഗി. ഞാനൊന്ന് സംസാരിച്ചു നോട്ടെ? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചിലപ്പോൾ നിന്റെ ട്രൈയിലാളെ വീണാലോ. ചേട്ടൻ എന്നാ മലക്ക് പോയിട്ട് വന്നത്? ഒരു പെൺകുട്ടി ചോദിച്ചതും സ്റ്റയറിങ്ങിൽ 2 കൈകളും കുത്തി മിററിലൂടെ ഡോറിനരികിലേക്ക് നോക്കിയിരിക്കുന്ന ഭദ്രൻ തലചെരിച്ചു നോക്കി. എന്താ? അവൻ മനസ്സിലാവാതെ ചോദിച്ചു. ചേട്ടൻ എന്നാ മലയ്ക്ക് പോയിട്ട് വന്നേന്ന്? ഇന്നലെ ഉച്ചക്കെത്തി. പുഞ്ചിരിയോടെ പറഞ്ഞ് അവൻ വണ്ടി മുന്നോട്ടെടുത്തു.
നോക്കിക്കോ മോളെ, ഇനി ഞാൻ ഇതിൽ പിടിച്ച് കയറും. ആ ചേട്ടനൊന്ന് സംസാരിച്ചല്ലോ, ഒന്ന് ചിരിച്ചല്ലോ, അത് മതി. ആ രണ്ട് പെൺകുട്ടികൾ സംസാരിക്കുന്നത് കേട്ട് ആരിക്കങ്ങ് വിറഞ്ഞു കയറി. ഇയാളൊരു വായി നോക്കിയായിരുന്നു. ഇതിനേക്കാൾ ഭേദം ഇയാൾ വാടക കൊണ്ടേ ആവുന്നതായിരുന്നു. അല്ല, അതിന് അയാളൊന്നും ചെയ്തില്ലല്ലോ. ഇവർ ചോദിച്ചതിന് മറുപടി മാത്രമല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ അയാളുടെ നോട്ടം പോലും ഈ വഴി വന്നിട്ടില്ല. ഒരേ സമയം അവളുടെ മനസ്സ് അവന് അനുകൂലമായും പ്രതികൂലമായും വാദം നടത്തി. എങ്കിലും അവനോടുള്ള ദേഷ്യം ഒരു തരി പോലും കുറഞ്ഞതുമില്ല. ബസ് ഇറങ്ങി അവൾ വേഗത്തിൽ മുന്നോട്ട് നടന്നു. തൻ്റെ ഉള്ളിലെ ദേഷ്യവും സങ്കടവും എല്ലാം ഭൂമിയോട് തീർത്താണ് അവളുടെ നടപ്പ്. എടാ അശ്വിനെ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. +2 പഠിക്കുമ്പോൾ നീയല്ലേ പറഞ്ഞത് അയാൾ ഗുണ്ടിയാണെന്നും വലിയ പുള്ളിയാണെന്നൊക്കെ. അത് വിശ്വസിച്ച ഞാൻ ആരായി മണ്ടി. അവൾ സ്വയം പെറുപിറുത്തുകൊണ്ട് വീട്ടിലേക്ക് നടന്നു. എന്നത്തെയും പോലെ അമ്പലത്തിനരികിലെ ആൽച്ചുവട്ടിൽ ഇരിക്കുകയാണ് ഭദ്രൻ്റെ കൂടെയുള്ള 4-5 പിള്ളേര്. എന്തൊരു ചൂടാ, ഇങ്ങനെ പോയാൽ മനുഷ്യൻ വേർത്ത് ചാവും. 8 മണിക്ക് പോകുന്ന സജിത്ത് കൽത്തിട്ടയിൽ കയറി ഇരുന്നുകൊണ്ട് പറഞ്ഞു. പക്ഷേ എത്ര വലിയ വെയിൽ വന്നാലും എൻ്റെ മുഖം വേർക്കില്ല. ഫോൺ നോക്കി രാഹുൽ പറഞ്ഞു. അതെന്താ? എൻ്റെ മുഖത്ത് 2 ഐസ് ഉണ്ടല്ലോ. ഓ, തുടങ്ങി അവൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം ചളി. എന്നാ ഞാൻ വേറൊരെണ്ണം പറയട്ടെ, ഇത് ഫ്രഷാ, ഇന്നലെ കിട്ടിയുള്ളൂ. എന്താണോ വെച്ചാ പറഞ്ഞു തോലക്കടാ, സജിത്ത് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ പറ, വെള്ളം എന്തിനാ നമ്മൾ കുടിക്കുന്നതെന്നറിയോ? ദാഹം മാറാനല്ലേ? അല്ല, വെള്ളം കഴിക്കാൻ പറ്റാത്തോണ്ടാ കുടിക്കുന്നത്. എടാ പുന്നാര മോനെ, നിന്നെ ഞാനുണ്ടല്ലോ, എൻ്റെ കയ്യകലത്തിന്ന് കുറച്ച് മാറിയിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ചേട്ടാ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ, ഇതും കൂടി കഴിഞ്ഞു. നിങ്ങൾക്കറിയാമോ എൻ്റെ അച്ഛൻ ഒരു ലൈറ്റ് മാർക്കാണെന്ന്? എന്നുവെച്ചാ എൻ്റെ അച്ഛനൊരു വെളിച്ചപ്പാടാണെന്ന്. അവൻ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കിയതും എല്ലാവരും ഇപ്പം തല്ലുവെന്ന എക്സ്പ്രഷൻ ഇട്ടാണ് ഇരിക്കുന്നത്. അതോടെ അവൻ നല്ല കുട്ടിയായിട്ട് മിണ്ടാതിരുന്നു. അല്ല, ഇവനെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അവിടേക്ക് വന്ന കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന ആളായ വിനു ചോദിച്ചു. അവനിന്ന് മൗനവ്രത. സജിത്ത് അവൻ്റെ തോളിൽ അമർത്തി തട്ടിക്കൊണ്ട് പറഞ്ഞു. എന്നാ മൗനവ്രതക്കാരനൊന്ന് ഇങ്ങ് വന്നേ. അതും പറഞ്ഞ് വിനു അവൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അരികിലേക്ക് വിളിച്ചു. ഏതാ പെണ്ണ്? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. എനിക്കറിയില്ല ഏട്ടാ, ഫ്രണ്ട് റിക്വസ്റ്റ് വന്നപ്പോൾ ഞാനൊന്ന് മെസ്സേജ് അയച്ചു എന്നേ ഉള്ളൂ. മെസ്സേജ് അയച്ച് കുറച്ച് ഫ്രണ്ട്ലി ആയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പ്രപ്പോസ് ചെയ്തു. അപ്പോൾ തന്നെ അവൾ എന്നെ ബ്ലോക്കാക്കിപ്പോയി. വേറൊന്നും ഞാൻ ചെയ്തില്ല വിനുവേട്ടാ. നീ ഇതെന്ത് തേങ്ങയാടാ പറയുന്നേ? ഇൻസ്റ്റയിലെ ഡാഡീസ് ലിറ്റിൽ പ്രിൻസസ് എന്ന് പറഞ്ഞ ഐഡിയിലെ കുട്ടിയുടെ കാര്യമല്ലേ? ഈ മരമണ്ടനെ ഞാനിന്ന് തല്ലിക്കൊല്ലും. ഞാൻ ചോദിച്ചത് 2 ദിവസം മുമ്പ് ഇവിടെ ഭദ്രനെ അന്വേഷിച്ചൊരു പെൺകുട്ടി വന്നില്ലേ, അവളെക്കുറിച്ചാ. ആ കുട്ടിയോ? അതാര്യ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ലവറാന്ന്. ഇവനെ ഇന്ന് ഞാൻ മര്യാദക്ക് സത്യം പറയടാ പുല്ലേ. ഷർട്ടിനെ കുത്തിപ്പിടിച്ചുകൊണ്ട് വീണ് ചോദിച്ചു. സത്യമായിട്ടും ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് വിനുവേട്ടാ. സത്യം തുറന്നു പറഞ്ഞ പിന്നീടുള്ള കാലം ഇവരിതും പറഞ്ഞ് കളിയാക്കൂ എന്നതിനാൽ രാഹുൽ നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് പറഞ്ഞു. പിന്നെ എന്തിനാണ് അവൾ വൈകുന്നേരം ബസ് സ്റ്റാൻഡിൽ ഭദ്രനോട് സംസാരിച്ചു നിന്നത്? വിനു ചോദിച്ചതും തൻ്റെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞുവെന്ന് അവന് മനസ്സിലായി. നിന്റെ ലവറാണെങ്കിൽ അവൾ എന്തിനാ ഭദ്രനെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നേ? മര്യാദക്ക് സത്യം പറ രാഹുലേ. അത് പിന്നെ ആ കുട്ടി ഭദ്രേട്ട് സ്നേഹിക്കുന്ന കുട്ടിയാണ്. അത് കേട്ടതും ഒരു നിമിഷം പരസ്പരം ഒന്നും മിണ്ടാതെ എല്ലാവരും മുഖാമുഖം നോക്കി. ദേ രാഹുലേ, വെറുതെ ഓരോന്നില്ലാത്തത് പറയരുത്. ഞാനെന്തിനാ വെറുതെ പറയുന്നത്? 2 വർഷമായിട്ട് അവർ തമ്മിൽ സ്നേഹത്തിലാണ്. 2 വർഷമോ? എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. എന്നിട്ടും നീ അതെങ്ങനെ അറിഞ്ഞു? ആ ചോദ്യം ചോദിച്ചതും രാഹുൽ ഒന്ന് പരിങ്ങി. പക്ഷേ അത് മുഖത്ത് അവൻ കാണിച്ചില്ല.
അത് അത് പിന്നെ നിങ്ങൾക്കറിഞ്ഞൂടെ ഭദ്രേട്ടന് എന്നോടൊരു പ്രത്യേക സ്നേഹമുണ്ടെന്ന്. പക്ഷേ ഇത് മറ്റാരും അറിയരുതെന്ന് ഏട്ടന് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. അതാ പിന്നെ ഞാനായിട്ട് നിങ്ങളോടൊന്നും പറയാതിരുന്നേ. അതെന്താ, ആരെങ്കിലും അറിഞ്ഞപ്പോൾ എന്താ പ്രശ്നം? അത് ഭദ്രേട്ടൻ സ്നേഹിക്കുന്ന കുട്ടിയുടെ കുടുംബത്തെക്കുറിച്ച് അറിയാഞ്ഞിട്ടാ. ഈ നാട്ടിലെ തന്നെ വലിയൊരു കുടുംബത്തിലെ മോളാ ആ കുട്ടി. 3 ഏട്ടന്മാരുടെ ഒരേ ഒരു അനിയത്തി. മൂത്ത ഏട്ടൻ ഡോക്ടർ, രണ്ടാമത്തെ ഏട്ടൻ പോലീസ്, മൂന്നാമത്തെ ഏട്ടനും ഒരു ഗുണ്ടേ. ആ കുടുംബത്തിലെ തന്നെ എല്ലാവരുടെയും പൊന്നും മോളാ. അച്ഛനില്ലാത്ത അവളെ കണ്ണിലെ കൃഷ്ണമണി പോലെയാ ആ കുടുംബത്തിലുള്ളവർ നോക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഭദ്രേട്ടനെ പോലൊരു ബസ് ഡ്രൈവറെയാണ് സ്നേഹിച്ചതെന്ന് അറിഞ്ഞാൽ ഇവിടെ ബ്ലഡ് റിവർ ഒഴുകും. എന്ത്? ചോരപ്പുഴ ഒഴുകുമെന്ന്. അതുകൊണ്ടാ ഇപ്പം ആരും ഒന്നും അറിയണ്ടെന്ന് ഭദ്രേട്ടൻ നിർബന്ധം പിടിച്ചത്. അനിയത്തിപ്രാവിലെ കഥ പറഞ്ഞ് രാഹുൽ ചുറ്റുമുള്ളവരെ ഒന്ന് നോക്കി. ആവൂ, എല്ലാ പൊട്ടന്മാരും വിശ്വസിച്ചിട്ടുണ്ട്. ഇന്നലെ അനിയത്തിപ്രാവ് കണ്ടത് എത്ര നന്നായി. അവൻ മനസ്സിൽ പറഞ്ഞ് ചുറ്റും ഇരിക്കുന്നവരെ നിഷ്കളങ്കമായി ഒന്ന് നോക്കി. അതേസമയം ഭദ്രൻ്റെ RX-100 റോഡിൽ നിന്നും അമ്പലപ്പറമ്പിലേക്ക് ഇറങ്ങി. അവൻ്റെ ഒപ്പം അമ്പാടിയുണ്ട്. ദേ, അവൻ വരുന്നുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു എന്ന് അവൻ അറിയണ്ട. എത്ര കാലം അവൻ നമ്മളെ ഒളിച്ചു വയ്ക്കുമെന്ന് അറിയണമല്ലോ. വിനു പറഞ്ഞതും എല്ലാവരും സമ്മതത്തോടെ തലയാട്ടി. അത് രാഹുലിൽ ഒരാശ്വാസം നിറച്ചു. ആഹാ, ഇന്നെന്താ എല്ലാവരും നേരത്തെ എത്തിയോ? എന്തോ കാര്യമായിട്ടുള്ള ചർച്ചയിലാണെന്ന് തോന്നുന്നു. വണ്ടിയിൽ ചാരി നിന്നുകൊണ്ട് ഭദ്രൻ ചോദിച്ചു. ആ, ഞങ്ങൾ ഈ കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചകളെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. എന്തോന്ന്? ഒന്നുമില്ല ഭദ്രേട്ടാ. വിനുവേട്ടൻ വീട്ടിലൊരു പൂച്ചയെ വാങ്ങുന്ന കാര്യം പറഞ്ഞതാ. എന്നാ നിങ്ങളുടെ ചർച്ചയൊക്കെ നടക്കട്ടെ, ഞാനിപ്പോൾ വരാം. ഭദ്രൻ മുണ്ടും മടക്കി കൊടുത്ത് താടി ഒഴിഞ്ഞ് അമ്പലത്തിനരികിലേക്ക് നടന്നു.